XR ഹൊറൈസൺ ടീം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-12 വർഷം മുതൽ 20 വർഷം വരെ ടെലിവിഷൻ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരും. ഞാൻ ബേസിക്കലി ടെലിവിഷൻ പ്രൊഡക്ഷനിലും ആങ്കറിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് സാവകാശം ടെലിവിഷൻ പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ചില സാധ്യതകൾ, ബ്രോഡ്കാസ്റ്റിങ്ങിലുള്ളതല്ലാത്ത ചില സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് വാസ്തവത്തിൽ എഡ്യൂക്കേഷനിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരു ആലോചന വരുന്നതും അത് അവസാനം ഒരു സ്റ്റാർട്ടപ്പ് എന്ന സങ്കല്പത്തിലേക്ക് മാറുകയും ഞങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങനെ ആലോചന തുടങ്ങി വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് അത് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുകയും ചെയ്തു. അതാണ് വാസ്തവത്തിൽ XR ഹൊറൈസൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും സാധ്യത എങ്ങനെ എഡ്യൂക്കേഷനിൽ പ്രയോഗിക്കാം. കുട്ടികൾക്ക് നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എത്രത്തോളം ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും നമ്മളെ സഹായിക്കും, ടീച്ചേഴ്സിന് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രധാന ഏരിയ. ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം അതായിരുന്നു. അതിന് കുറച്ച് സൊല്യൂഷൻസും ഞങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ അത് ആ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ. അപ്പോൾ അത് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേസമയം തന്നെ ബ്രിഡ്കോ പോലെയുള്ള മൊബൈൽ ഫോൺ ടെക്നോളജി പഠിപ്പിക്കുന്ന ചില കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ബേസിക്കലി എഡ്യൂക്കേറ്റേഴ്സാണ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കണ്ടൻറ്റ്, അപ്പോൾ എന്ന് വെച്ചാൽ ടെക്നോളജിയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ടെക്നോളജി എങ്ങനെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും സഹായത്തോടു കൂടി കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ബ്രിഡ്കോ പോലുള്ള ഒരു കമ്പനി വഴി ഞങ്ങൾ ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് റൂംസ് മുഴുവൻ ARൻ്റെ VR-ൻ്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ പ്രോജക്റ്റുകളാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ യൂണിറ്റി ആണെങ്കിലും അൺറിയലാണെങ്കിലും വാസ്പ് 3D ആണെങ്കിലും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്കത് കൺവേ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3Dയിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ വെർച്വൽ റിയാലിറ്റിയിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ പുതിയ ആളുകൾക്ക് വലിയ ഒരു വാതായനമാണ് ശരിക്കും പറഞ്ഞാൽ തുറന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടീം മെമ്പേഴ്സൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആളുകളാണ്. പ്രൊഡക്ഷൻ്റെ സാധ്യതകൾ, അതിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും സാധ്യതകൾ സാധാരണ ചാനലുകൾക്കും കൂടി, ഇപ്പോൾ വലിയ ചാനലുകളുടെ കയ്യിലാണ് ARൻ്റെയും VRൻ്റെയും ടൂൾസ് ഉള്ളത്. അപ്പോൾ ചെറിയ ചാനൽസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, അവർക്കൊക്കെ ഈ ARൻ്റെയും VRൻ്റെയും സർവീസ് എങ്ങനെ കൊടുക്കാം, അതിൽ നിന്ന് ഞങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതായിരുന്നു ഞങ്ങളുടെ തോട്ട്. ഇപ്പോൾ ശരിക്കും വലിയ ചാനലുകൾ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാതൃഭൂമി ന്യൂസ് ഞങ്ങളുടെ സർവീസ് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻ്റാണ് മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ ഈ Myfin TV തന്നെ Myfinൻ്റെ ലോഞ്ചിങ് ഇവൻറ്റും ബജറ്റിൻ്റെ ഇവൻറ്റും അടക്കം പ്രധാനപ്പെട്ട ഇവൻറ്റ്സൊക്കെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് AR VR സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള വിഷൻ്റെ ഒരു ഷോ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പല ഞങ്ങൾ തുടങ്ങിയിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട പല കേരളത്തിലെ സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി പുറത്തേക്കും കൂടെ ആ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം. ഇതുപോലെ തന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ARൻ്റെയും VRൻ്റെയും ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇവൻറ്റ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നടന്നു വരുന്ന ഇവൻറ്റുകളെയൊക്കെ വെർച്വൽ റിയാലിറ്റിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കുറച്ചുകൂടി ഇമേഴ്സീവായിട്ട്, അതേസമയം ചിലപ്പോഴൊക്കെ അതിനൊരു നാടകീയമായ
ഒരു പ്രസൻറ്റേഷൻ പോസിബിൾ ആണെങ്കിൽ അതിന് ഈ ഗ്രാഫിക്സിൻ്റെ ARൻ്റെ VR-ൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെ അതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു ഇതിൻ്റെ ഒരു സാധ്യത. ഇപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഇവൻ്റ് നടത്തുമ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിനെ ഒരു വലിയൊരു മൊബൈൽ ഫോൺ ഒരു AR മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഫ്ലോറിലെത്തി ഒരു പ്രോഡക്റ്റ് വീഡിയോ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇവൻ്റ് നമ്മൾ ചെയ്തിരുന്നു. അങ്ങനത്തെ പുതിയ പരീക്ഷണങ്ങൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ ദൃശ്യാനുഭവമാണ്. അതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത്. പുതിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ആ വിഷ്വൽ എക്സ്പീരിയൻസിനെ എങ്ങനെ ഞങ്ങളുടെ ബിസിനസ് മോഡലാക്കി മാറ്റാം എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വിജയം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞങ്ങൾക്ക് ഒരു സാധാരണ ഒരു സ്റ്റാർട്ടപ്പിന് നേടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഈ ഇൻഡസ്ട്രിയിൽ VR ഗീവ്സ് ആൻ ഓൾട്ടേഡ് സെൻസ് ഓഫ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇപ്പം ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാനുമായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ടൂൾ എന്ന് പറയാം നമുക്ക് ARനെയും VRനെയും. ഇത് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എഡ്യൂക്കേഷൻ മേഖല നമുക്ക് എല്ലാ മേഖലയിലും പരിചയമുണ്ട്. ഇപ്പോൾ ഗെയിമിങ് പോലെയുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായി മൂവീസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ARും VRും ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യത, അതായത് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നന്നായിട്ട് അവതരിപ്പിക്കാനും അവർക്കത് മനസ്സിലാക്കാനും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് മേഖലയിലാണെങ്കിൽ ഒരു ഹാർട്ടിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ ഒരു മാത്തമാറ്റിക്സിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഈ AR VR ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ വിഷ്വലി സ്റ്റുഡൻസ് നേരിട്ട് കാണുകയാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇനി മെറ്റാവേഴ്സിൻ്റെയൊക്കെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയും അത് തന്നെയാണ് എല്ലാ മേഖലകളിലും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടു പരിചയമുള്ളത് മൂവീസിലും ഗെയിംസിലും ഒക്കെ ആണെങ്കിലും എഡ്യൂക്കേഷൻ മേഖലയിൽ, ഹെൽത്ത് മേഖലയിൽ, ഈവൻ മിലിറ്ററി വരെ ഇത് ട്രെയിനിങ് പർപ്പസിനൊക്കെ ആയിട്ട് ARും VRും UK-ലും US-ലും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫാഷൻ മേഖലയിൽ, അങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ ഒരു ബൂം ആണ് ഇനി വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് റൺ ചെയ്തു പോകാൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റവന്യൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഈ 4 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. എല്ലാ മാസത്തെയും കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ARലേക്കും VRലേക്കും ഇറങ്ങിയത് ഞങ്ങൾക്ക് ഒരു വലിയ സാധ്യതയാണ് തുറന്നു വരുന്നത്. ഇനി അങ്ങോട്ടുള്ള വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ സർവീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഗ്രോത്തിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ്, ഗ്രോത്തിൻ്റെ ഒരു പാത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളതെന്ന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാം.